നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കരുത്തായി മാറാൻ ഒരുങ്ങുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പോരാട്ട തന്ത്രങ്ങളിൽ പുതിയൊരു വിപ്ലവത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി ആക്രമണം നടത്താൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ആവശ്യമെങ്കിൽ വൻതോതിൽ ആയുധങ്ങൾ പേറി ആക്രമിച്ച് കീഴടക്കാനുള്ള ശേഷിയും സമന്വയിപ്പിച്ചാണ് ഭാരതം AMC രൂപകൽപ്പന ചെയ്യുന്നത്. അമേരിക്കൻ യുദ്ധവിമാനമായ F-35 പ്രചാരത്തിലുള്ള ബീസ്റ്റ് മോഡ് അഥവാ പരമാവധി ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിക്ക് സമാനമായ പ്രവർത്തന രീതിയാണ് ഭാരതത്തിൻ്റെ ഈ തദ്ദേശീയ യുദ്ധവിമാനം സ്വീകരിക്കാൻ പോകുന്നത്. യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അനുയോജ്യമായ രീതിയിൽ വിമാനത്തിൻ്റെ ആയുധശേഷിയും സാങ്കേതിക വിദ്യയും മാറ്റിമറിക്കാൻ സാധിക്കുമെന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു മേൽക്കൈ നൽകും. യുദ്ധം ആരംഭിക്കുന്ന ആദ്യ ഘട്ടങ്ങളിൽ ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തു കളയുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഈ ഘട്ടത്തിൽ വിമാനത്തിന് ഏറ്റവും പ്രധാനം ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയാണ്. ഇതിനായി ബോംബുകളും മിസൈലുകളും വിമാനത്തിന് പുറത്ത് ഘടിപ്പിക്കുന്നതിന് പകരം ഉള്ളിലെ പ്രത്യേക അറകളിൽ മാത്രം സൂക്ഷിക്കുന്നു. പുറത്ത് ആയുധങ്ങൾ ഘടിപ്പിക്കുന്നത് റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കുകയും വിമാനത്തിൻ്റെ സാന്നിധ്യം ശത്രുക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഡേ 1 ഓപ്പറേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രാരംഭ പോരാട്ടങ്ങളിൽ AMCയെ ഏകദേശം 1.5 ടണ്ണോളം വരുന്ന അസ്ത്ര MK1, MK2 മിസൈലുകളും സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് ആയുധങ്ങളും ഉള്ളിലെ അറകളിൽ മാത്രം വഹിച്ചുകൊണ്ട് ശത്രുവിൻ്റെ പ്രധാന താവളങ്ങളും കമാൻഡ് സെൻറ്ററുകളും റഡാറുകളും കൃത്യമായി തകർത്തു കളയുന്നു. എന്നാൽ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ നിര തകരുകയും ആകാശത്ത് പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം വിമാനത്തിൻ്റെ ദൗത്യത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. ഇവിടെ നിന്നാണ് AMC അതിൻ്റെ 2ാം ഘട്ടമായ ബീസ്റ്റ് മോഡ് അഥവാ നോൺ സ്റ്റെൽത്ത് പരമാവധി ആയുധശേഷിയിലേക്ക് മാറുന്നത്. ഈ ഘട്ടത്തിൽ വിമാനത്തിൻ്റെ ചിറകുകൾക്കടിയിലുള്ള പുറംഭാഗത്തെ പോയിന്റുകളിൽ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ സാധിക്കും. ഉള്ളിലെ അറകൾക്ക് പുറമെ ചിറകുകളിലെ 14 ആയുധ സ്റ്റേഷനുകളിലായി ആകെ 6.5 മുതൽ 7 ടൺ വരെ ഭാരമുള്ള വൻ ആയുധശേഖരം വഹിക്കാൻ വിമാനത്തിന് കഴിയും. ശത്രുക്കളുടെ കരസേനാ താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വിതരണ ശൃംഖലകൾ എന്നിവയെ സമാന്തരമായി തകർത്തെറിയാൻ ഈ ഭാരമേറിയ ആയുധവിന്യാസം സഹായിക്കും. വിമാനത്തിൻ്റെ ചിറകുകളിലെ പ്രധാന ഭാഗങ്ങളിൽ ഭാവിയിലെ അത്യാധുനിക തദ്ദേശീയ ആയുധങ്ങളായ ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, രുദ്രം പരമ്പരയിൽപ്പെട്ട ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ ഘടിപ്പിക്കാൻ സാധിക്കും. വിമാനത്തിൻ്റെ ഉള്ളിലെ അറകളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത വലിയ ആയുധങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പുറത്ത് ഘടിപ്പിച്ച് വലിയ ദൂരത്ത് നിന്ന് ആക്രമണം നടത്താൻ സാധിക്കും. കൂടാതെ നെക്സ്റ്റ് ജനറേഷൻ ലേസർ ഗൈഡഡ് ബോംബുകൾ, ഹൈ സ്പീഡ് ലോ ഡെലിവറി ബോംബുകൾ, ക്ലോസ് കോമ്പാക്ട് മിസൈലുകൾ എന്നിവയും ഇതിനോടൊപ്പം ഉപയോഗിക്കാം. ഇത് വിമാനത്തിന് ഒരേ സമയം ശത്രുവിൻ്റെ നിലത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള മികച്ച ശേഷി നൽകുന്നു. ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾക്കായി വിമാനത്തിന് കൂടുതൽ ഇന്ധനം ആവശ്യമായി വരുമ്പോൾ പ്രത്യേകതരം പുറം ഇന്ധന ടാങ്കുകളും AMCയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പരമ്പരാഗത ഇരുണ്ട ടാങ്കുകൾക്ക് പകരം റഡാർ തരംഗങ്ങളെ വഴിതിരിച്ചുവിടുന്ന പ്രത്യേക ഘടനയുള്ള ഇന്ധന ടാങ്കുകളാണ് ഇതിനായി വികസിപ്പിക്കുന്നത്. ഇത് പൂർണ്ണമായ സ്റ്റെൽത്ത് നൽകുന്നില്ലെങ്കിൽ പോലും റഡാറുകളിൽ വളരെ ചെറിയ അളവിൽ മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വിമാനത്തെ സഹായിക്കും. ചുരുക്കത്തിൽ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശത്രു അറിയാതെ ഉള്ളിൽ കടന്നു ചെന്ന് തടസ്സങ്ങളെല്ലാം തകർത്തു കളയുന്ന ഒരു രഹസ്യ ആയുധമായും തുടർന്നുള്ള ഘട്ടത്തിൽ ശത്രുവിൻ്റെ മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ശക്തമായ ബോംബർ വിമാനമായി മാറാൻ AMCക്ക് സാധിക്കും. ഇന്ത്യയുടെ ആകാശ പ്രതിരോധത്തിൽ സാങ്കേതികമായും തന്ത്രപരമായും വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്യാധുനിക വ്യോമ സൈനിക സാങ്കേതിക വിദ്യയായ ബീസ്റ്റ് മോഡ് അഥവാ നോൺ സ്റ്റെൽത്ത് മാക്സിമം പേലോഡ് കോൺഫിഗറേഷൻ ഭാരതത്തിൻ്റെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ AMCയിൽ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി ഉയരുന്ന സംശയങ്ങളും പ്രചാരണങ്ങളും തികച്ചും ആകാംക്ഷാജനകമാണ്. ബ്രിട്ടൻ്റെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറങ്ങിയ സംഭവം ചൂണ്ടിക്കാട്ടി അതിൽ നിന്നാണോ ഭാരതം ഈ സാങ്കേതിക വിദ്യ ചോർത്തിയെടുത്തത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പൊതു ചർച്ചകളിലും ഉയരാറുണ്ട്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ സ്വഭാവവും വിമാന നിർമ്മാണ ശാസ്ത്രത്തിലെ വസ്തുതകളും പരിശോധിച്ചാൽ ഇത്തരം വാദങ്ങൾ കേവലം അനാവശ്യമായ അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാകും. ആദ്യമായി മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം ബീസ്റ്റ് മോഡ് എന്നത് ചോർത്തിയെടുക്കപ്പെടാൻ സാധിക്കുന്ന ഏതെങ്കിലും രഹസ്യ മെക്കാനിസമോ
അതീവ സങ്കീർണമായ സോഫ്റ്റ്വെയർ കോഡോ അല്ല എന്നതാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ പൊതുവായി ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രപ്രധാനമായ പ്രവർത്തന രീതി മാത്രമാണിത്. ശത്രുവിൻ്റെ റഡാറുകളിൽ പെടാതെ ആകാശത്ത് കടന്നു ചെല്ലാൻ വിമാനത്തിനുള്ളിലെ പ്രത്യേക അറകളിൽ ബോംബുകളും മിസൈലുകളും വയ്ക്കുന്നതാണ് സ്റ്റെൽത്ത് രീതി. എന്നാൽ ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ നിരകൾ പൂർണ്ണമായി തകർത്തതിന് ശേഷം വിമാനത്തിൻ്റെ ചിറകുകൾക്കിടയിൽ വിദേശ നിർമ്മിത അല്ലെങ്കിൽ തദ്ദേശീയ നിർമ്മിത ബോംബുകൾ കൂട്ടത്തോടെ തൂക്കിയിട്ട് ആക്രമണം നടത്തുന്ന അവസ്ഥയാണ് പൊതുഭാഷയിൽ ബീസ്റ്റ് മോഡ് എന്ന് വിളിക്കുന്നത്. പതിറ്റാണ്ടുകളായി മിറാജ്, സുഖോയ്, F-60 തുടങ്ങിയ 4ാം തലമുറ വിമാനങ്ങളിൽ ചിറകുകളിൽ ആയുധങ്ങൾ ഘടിപ്പിച്ച് പറക്കുന്ന അതേ അടിസ്ഥാനപരമായ എഞ്ചിനീയറിംഗ് തത്വം തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അജ്ഞാതമായി ചോർത്തിയെടുക്കാൻ മാത്രമുള്ള സാങ്കേതിക വിദ്യകളൊന്നും അടങ്ങിയിട്ടില്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ താഴെ ഇറക്കുന്ന അവസരങ്ങളിൽ അവിടെ കർശനമായ അന്താരാഷ്ട്ര സുരക്ഷാ പ്രോട്ടോക്കോളുകളാണ് പാലിക്കപ്പെടുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ വിമാനത്തിൻ്റെ നിയന്ത്രണവും സുരക്ഷയും പൂർണ്ണമായും അതത് രാജ്യങ്ങളുടെ വ്യോമസേനയുടെയും ഉദ്യോഗസ്ഥരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു യുദ്ധവിമാനത്തിന് സമീപത്തേക്ക് പോയി അതിൻ്റെ ആന്തരിക സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാനോ ചോർത്താനോ വിദേശ രാജ്യങ്ങൾക്ക് അവസരം ലഭിക്കുകയില്ല. ഇനി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ഒരു വിമാനം താഴെ ഇറങ്ങി കടന്നാൽ പോലും അതിൻ്റെ മറഞ്ഞിരിക്കുന്ന എയറോഡൈനാമിക്സ് സവിശേഷതകളോ മെറ്റീരിയൽ കോമ്പോസിഷനോ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പകർത്തിയെടുക്കുക അസാധ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO, എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നിവ ചേർന്ന് നിർമ്മിക്കുന്ന AMCA വർഷങ്ങളുടെ സ്വതന്ത്രമായ ഗവേഷണത്തിൻ്റെ ഫലമാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന F-22, F-35, സുഖോയ് 57, ചൈനയുടെ J-20 പോലെയുള്ള 5ാം തലമുറ വിമാനങ്ങളുടെ പൊതുവായ ഡിസൈൻ ഘടനകളും പോരാട്ട തന്ത്രങ്ങളും നിരീക്ഷിച്ച് ഭാരതീയ ശാസ്ത്രജ്ഞർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ ഘടന. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സ്റ്റെൽത്ത് ആവശ്യമാണെങ്കിലും അടുത്ത ഘട്ടങ്ങളിൽ പരമാവധി ആയുധശേഷി ആവശ്യമായി വരുമെന്ന വിമാന നിർമ്മാണ രംഗത്തെ സ്വാഭാവിക തത്വം മനസ്സിലാക്കി വിമാനത്തിൻ്റെ രൂപകൽപ്പനയിൽ തന്നെ ചിറകുകൾക്ക് ഭാരമേറിയ ആയുധങ്ങൾ തങ്ങളുടെ ശേഷി ഭാരതീയ ശാസ്ത്രജ്ഞർ ഉൾപ്പെടുത്തുകയായിരുന്നു. ചുരുക്കത്തിൽ ഭാരതം തങ്ങളുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനത്തിൽ ബീസ്റ്റ് മോഡ് കോൺഫിഗറേഷൻ ഉൾപ്പെടുത്തിയത് ഏതെങ്കിലും വിദേശ വിമാനത്തിൽ നിന്ന് ചോർത്തിയെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഭാരതത്തിൻ്റെ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ വർഷങ്ങളായുള്ള ഗവേഷണത്തിലൂടെയും തദ്ദേശീയ എഞ്ചിനീയറിംഗ് മികവിലൂടെയും കൈവരിച്ച വലിയൊരു നാഴികക്കല്ലാണിത്. വിദേശ ആയുധങ്ങളെ ആശ്രയിക്കാതെ ആത്മനിർഭരത കൈവരിക്കാനുള്ള ഭാരതത്തിൻ്റെ യാത്രയിലെ തികച്ചും സ്വാഭാവികവും ശാസ്ത്രീയവുമായ ഒരു മുന്നേറ്റമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. ഇന്ത്യയുടെ AMCA ബീസ്റ്റ് മോഡിലേക്ക് മാറാൻ തക്കവണ്ണം സജ്ജമാക്കുന്നത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും തന്ത്രപ്രധാനമായ പ്രതിരോധ കണക്കുകൂട്ടലുകളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ഇരു രാജ്യങ്ങളും അതിർത്തികളിൽ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾക്ക് ശക്തമായ മറുപടി നൽകാൻ ഇത് ഭാരതത്തെ സഹായിക്കും. ചൈന തങ്ങളുടെ അതിർത്തികളിൽ സജ്ജമാക്കിയിരിക്കുന്ന HQ-9 പോലെയുള്ള അത്യാധുനിക വ്യോമപ്രതിരോധ മിസൈൽ ശൃംഖലകളെയും റഡാർ സംവിധാനങ്ങളെയും പ്രവർത്തനരഹിതമാക്കാൻ AMCയുടെ ആദ്യഘട്ട സ്റ്റെൽത്ത് ശേഷിക്ക് സാധിക്കും. ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന J-20 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ശക്തമായ ഒരു എതിരാളിയായി AMCA മാറും. കൂടാതെ ചൈനയുടെ വ്യോമപ്രതിരോധം തകർത്തതിന് ശേഷം വിമാനം ബീസ്റ്റ് മോഡിലേക്ക് മാറുമ്പോൾ ബ്രഹ്മോസ് NG പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ടിബറ്റൻ പീഠഭൂമിയിലും അതിർത്തിയിലെയും ചൈനീസ് സൈനിക ക്യാമ്പുകൾ, റൺവേകൾ, ഇന്ധന ശൃംഖലകൾ എന്നിവ വൻതോതിൽ തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ടിബറ്റൻ മേഖലയിൽ ചൈനയ്ക്കുള്ള തന്ത്രപ്രധാനമായ മേൽക്കൈ നഷ്ടപ്പെടുത്തും. പാകിസ്ഥാൻ്റെ വ്യോമസേനയെയും റഡാർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെ സംബന്ധിച്ച് AMCA ഒരു വലിയ ഭീഷണിയാണ്. യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാന വ്യോമപ്രതിരോധ കേന്ദ്രങ്ങളും കമാൻഡ് സെൻറ്ററുകളും റഡാറുകളും ഇന്ത്യക്ക് സ്റ്റെൽത്ത് ആക്രമണത്തിലൂടെ തകർക്കാനാകും. ഇതിനുശേഷം ബീസ്റ്റ് മോഡിൽ 7 ടണ്ണോളം ആയുധങ്ങളുമായി എത്തുന്ന AMCA വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലും ഭീകര ക്യാമ്പുകളിലും വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും. നിലവിൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങുന്ന J-10C അല്ലെങ്കിൽ F-60 വിമാനങ്ങൾക്ക് AMCA സാങ്കേതിക വിദ്യയോട് പോരാടുക പ്രയാസകരമായിരിക്കും. ഒരേ സമയം 2 അതിർത്തികളിൽ യുദ്ധമുണ്ടായാൽ കുറഞ്ഞ എണ്ണം വിമാനങ്ങൾ ഉപയോഗിച്ച് തന്നെ കൂടുതൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യയോട് സാധിക്കും. കേവലം ഒരു പ്രതിരോധ ആയുധം എന്നതിലുപരി ശത്രുരാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു അധിനിവേശത്തിന് മുതിരുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഡിറ്ററൻ അഥവാ പ്രതിരോധ തടസ്സമായി AMCA പ്രവർത്തിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.